ആയിരിക്കും. അദ്ദേഹത്തിന് ഇറങ്ങാൻ പ്രയാസമുള്ളത് കൊണ്ടാണ് ഇറങ്ങാത്തത്. ദേവിയെ നിങ്ങളെല്ലാം ഒന്ന് മാറി നിൽക്കണം. ഇറങ്ങാനുള്ള സൗകര്യം ഒന്നങ്ങോട്ട് മാറാം. അതെ, ജനങ്ങൾ മാറി നിന്നു. ഇനി മോഹൻലാലിന് ഇറങ്ങാം. ചതി ചതി ചതി. ആര് സംവിധായകൻ ജോഷിയല്ല ചതിച്ചാശാനെ. കുടിച്ച വെള്ളത്തിൽ പോലും സിനിമാക്കാരെ വിശ്വസിക്കരുന്ന് എന്റെ ആചാരം എന്നോട് പറയുമായിരുന്നു. ആചാനെ, തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ വെച്ച് ജയിൽ പുള്ളികളെ നടുവിൽ വെച്ച് ഷൂട്ട് ചെയ്യാൻ കഴിയാതെ വേർത്ത് കുളിച്ചു നിന്ന ജോഷിയെ ഞാനാണ് മനസ്സിന് ധൈര്യം കൊടുത്ത് എല്ലായിടത്തും കൊണ്ടുനടന്ന് കാണിച്ച് ഷൂട്ട് ചെയ്യിച്ചത്. ആ ജോഷിയാണ് ആചാരം എന്നോട് ചെയ്തത്. ആചാരനെ തയ്ക്കോ? അത് ഞാൻ ചോദിച്ചോളാം. നാട്ടുകാരെ മുമ്പിൽ മോഹൻലാലിനെ കൊണ്ടുവരാമെന്ന് വെച്ചിട്ട് കോട്ടയം കുഞ്ഞച്ചൻ നാട്ടുകാരെ പറ്റിക്കുകയല്ല. അതിന് ജോഷിയല്ല ആര് വിചാരിച്ചാലും നടക്കുകയില്ല. മോഹൻലാലിന് പകരം ഇന്ന് ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരിക്കുന്ന ആരാണെന്ന് അറിയണ്ടേ? അമിതാഭ് ബച്ചൻ, അല്ലെങ്കിൽ രജനികാന്ത്, കമലഹാസൻ, ശങ്കരാടി ആയിരിക്കും, ചിലപ്പോ തിക്കുറിശിയായിരിക്കും. എല്ലാരും ഒന്ന് കൈയടിക്ക് പറയാം. മലയാള സിനിമയുടെ അഭിമാന ഭാജനവും കോളേജ് കുമാരികളുടെ സ്വപ്നകാമുകനും മലയാള ചലച്ചിത്രവേദി ഇന്നോളം കണ്ടിട്ടില്ലാത്ത അതിശക്തനായ നടനും തിരക്കഥാകൃത്തും സർവോപരി ഒരു കോളേജ് പ്രൊഫസറുമായ ശ്രീമാൻ പച്ചക്കുളം വാസു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മോഹൻലാലിനെക്കാളും രജനീകാന്തിനെക്കാളും അമിതാഭ് ബച്ചൻ ചേട്ടനെക്കാളും ഒക്കെ തേക്കുള്ളവനാണ് ഞാനെന്ന കാര്യം നിങ്ങൾക്കറിയാമല്ലോ. എന്റെ തിരക്കിനെ കുറിച്ച് പറഞ്ഞു വരുമ്പോ ഞാൻ ഇന്നലെ PG വിശ്വനാഥന്റെ സെറ്റിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ വന്നു പറഞ്ഞു, അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാവണ ചടങ്ങ് നടത്തേക്കാം. വന്ന കത്തിരോട് കത്തിരോട്. വലിയ കത്രയും അടുത്തെ ഇവിടെ ആരുമില്ലേ? ആരാ? മിഖായിലേട്ടനുണ്ടോ ഇവിടെ? അപ്പച്ചൻ ഇവിടെ ഇല്ല. അമ്മച്ചിയോ? അമ്മച്ചിയും ഇല്ല. ആരാ? എന്റെ പേര് ജോയി. ഞാനൊരു ക്ഷമ ചോദിക്കാനാണ് വന്നത്. എന്റെ അപ്പനോട് വന്ന് മോളിക്കുട്ടിയോട് കുറച്ച് അപമര്യാദയായിട്ട് പെരുമാറി. കൊങ്ങാണ്ടുക്കാരൻ കുഴിക്കൊച്ചിന്റെ മകനാ ഞാൻ. അപ്പന് കള്ളും ചാരവും ചെന്നാ പിന്നെ ആളും തരവും അറിയത്തില്ല. മോളിക്കുട്ടി എന്നെ കണ്ടിട്ടില്ലല്ലോ? ഇല്ല. മോളിക്കുട്ടി പ്രീ ഡിഗ്രി പട്ടണത്തിലല്ലേ പഠിച്ചത്? അന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെ റെയിൽവേ സ്റ്റേഷനടുത്ത് എനിക്കൊരു സ്റ്റേഷനറി കടയാ. മനസ്സിൽ ഇഷ്ടം തോന്നിയതുകൊണ്ടാണ് ഞാൻ ആ ഇടക്കാരനോട് പറഞ്ഞ് ഈ ആലോചന വെച്ചത്. നാട്ടുകാരെന്തൊക്കെ അപവാദം പറഞ്ഞാലും എനിക്കറിയാം മോളിക്കുട്ടിയെ. കഴിഞ്ഞതെല്ലാം ക്ഷമിക്കണം. ഇഷ്ടമാണെങ്കിൽ മാത്രം നമുക്ക് വിവാഹം കഴിക്കാം. അപ്പച്ചനും അമ്മച്ചിയും ഇല്ലാതെ? മോളിക്കുട്ടി, ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമാണെന്ന് പറയൂ. ഇപ്പൊ ആരും ഇല്ലല്ലോ. ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ ഈ ചാപ്റ്റർ ഞാൻ ഇപ്പോഴേ ക്ലോസ് ചെയ്തേക്കാം. പിന്നെ ഞാൻ വരില്ല, ശല്യപ്പെടുത്തില്ല. ഞങ്ങള് പാവങ്ങളാ. മോളിക്കുട്ടിക്ക് എന്നെ ഇഷ്ടമാണോ? ഇഷ്ടമാണോന്ന് പറയൂ. അതെനിക്കറിയാൻ മേല. നാളെ പെരുന്നാളിന് വരില്ലേ? വരണം. ഞാനും വരാം. മോളിക്കുട്ടി, 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 മോളിക്കുട്ടി.
നല്ല രസമല്ലേ? അയ്യോ അയ്യോ, ഞാൻ പഞ്ചായത്ത് അയ്യോ നീ ഏതാടാ? ഞാൻ രക്ഷിക്കാൻ വന്നതാ. രക്ഷിക്കാൻ വന്നോ? കള്ള കഴിവ്. എന്താ ഇവിടെ പ്രശ്നം? അയ്യോ എന്റെ സാറന്മാരെ, കുറെ തെമ്മാടികളിരുന്ന് എന്റെ മോളെ ഈ കുഞ്ഞത്തിനെ രക്ഷിച്ചത്. ഞാൻ സാർ ഞാൻ നടക്കടാ. സ്റ്റേഷനിൽ ഒരു പരാതി എഴുതി കൊടുക്കും. സാർ അങ്ങോട്ട് നടക്കടാ. എന്റെ പൊന്നു മോനെ, നീ ഒരു വലിയ ഉപകാരാടാ ചെയ്തത്. ഇതൊക്കെയല്ലേ ചേട്ടാ മനുഷ്യർ തമ്മിലുള്ള സ്നേഹം എന്ന് പറയുന്നത്. ഏതായാലും ഇത്രയും രാത്രിയായ സ്ഥിതിക്ക് നിങ്ങൾ ഒറ്റയ്ക്ക് പോകണ്ട, ഞാൻ കൊണ്ടുവിടാം, കാറുണ്ട്. എന്നാലും ദൈവത്തിന് മുമ്പിൽ വെച്ച് ഇങ്ങനെ ഒരു പോക്കർത്തരം ഉണ്ടായല്ലോ എന്റെ തമ്പുരാനെ. ആകാശത്തിന് തീനാളം ഇറക്കുമെന്ന് പറയുന്ന കാലം വരാറായോ? ഇതിന്റെ ഒരു മുടിഞ്ഞ വേദോപദേശം. മോളെ സൂസി, നീ എന്ന് ഇച്ചിരി കാപ്പി അനത്തിയേ. ശരി മോളിക്കുട്ടി. എന്നാ മച്ചി? നീ ആ ചായപ്പിന്റെ താക്കോൽ ഇങ്ങോട്ട് എടുത്തോ. ചേച്ചി, ആ ചായപ്പിന്റെ താക്കോൽ എവിടെ? ഈ അമ്മച്ചിക്ക് ഇത് എന്നാ സുഖേടാ. അമ്മാച്ചന്മാര് വന്നിട്ട് പോലും തുറന്നു കൊടുക്കാത്ത ചായപ്പ ഒരു അച്ഛനെ കൊണ്ടുവന്ന് വെഞ്ചരിപ്പിക്കുക പോലും ചെയ്തിട്ടില്ല. ഈ ഗജബോക്രിയാണോ ഇത് ഉദ്ഘാടനം ചെയ്യാൻ പോണേ? കുഞ്ഞച്ച, എന്റെ മൂത്ത മോളെ കെട്ടിച്ച് മണവാളിനും മണവാട്ടിക്കും കൂടി താമസിക്കാനാ ഈ ചായപ്പ്. നിന്നെയാ ഞാൻ ആദ്യമായിട്ട് ഇതിനകത്ത് കയറ്റുന്നത്. അതിനെന്നാ, എന്നെ കണി കണ്ട ബഹുവിശേഷമാന്നാ പറയുന്നേ. എന്നാലും വേണ്ട ചേട്ടാ, നിങ്ങളൊരു നല്ല ഉദ്ദേശത്തില് നല്ല കാര്യത്തിന് വേണ്ടി പണിതല്ലേ. അതിൽ എന്നെ പോലൊരു ഗജപോക്കിരിയെ കയറ്റിയ ശരിയാവത്തില്ല. ഒരു കുഴപ്പമില്ല. കുഞ്ഞച്ചനെ പറ്റി ആളുകൾ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾക്ക് ദൈവം അയച്ചു തന്ന ദൈവദൂതനെ പോലെയാ. ബാ. ഒരു ദൈവദൂതൻ. എന്തായാലും ഇത് വലിയൊരു അക്രമായി പോയി. ആ കാഞ്ഞിരപ്പള്ളി പാപ്പനെ ഞാനൊന്ന് കാണട്ടെ. അവന്റെ വാരിയിൽ ഞാൻ എടുത്തോണ്ട് തരാം പോരെ. അവനൊക്കെ ഇതിന്റെ മൂർച്ച എന്താണെന്ന് ഞാൻ കാണിച്ചു കൊടുക്കാം. അതിന്റെ ആവശ്യം വരികയല്ല, വരണ്ടു പോയല്ലേ. ദൈവം സഹായിച്ച് തല്ലുകൊണ്ടവരൊക്കെ തിരിഞ്ഞു നോക്കാതെ ഓടുകയായിരുന്നു. കേട്ടോ മതി, എന്റെ ആദ്യത്തെ ഇടി കൊണ്ടവനുണ്ടല്ലോ, അവന്റെ പേര് പഞ്ചായത്ത് മെമ്പർ കുമരകം കൊച്ചു പാപ്പി. അവനൊരു 6 മാസമെങ്കിലും ആശുപത്രി കിടക്കേണ്ടി വരും. അത് പിന്നെ അമ്മാതിരിയുള്ള ഇടിയല്ലായിരുന്നോ? ചേച്ചി, കാപ്പിയായോ? നീ അയാളുടെ അടുത്തെങ്കിലും പോയി നിൽക്കരുത്. നിന്നാലെന്താ, അയാൾ പിടിച്ച് തിന്നളയോ? നീ പ്രായമാവുമ്പോ ആ മരം കയറി മറിയാമ്മയെ പോലെ ആവുന്ന ലക്ഷണമാ. നാ കൂപ്പി. ഇതുവരെ നീ എന്താ കല്യാണം കഴിക്കാതിരുന്നത്? ഞാനൊരു അനാഥനും പോക്കിരി ആയതുകൊണ്ട് എനിക്കാരും പെണ്ണ് തരികയാലും ഞാൻ എന്നാ ചെയ്യാനാ? എന്നാലും ഒരു പെണ്ണൊക്കെ വേണ്ടേ? ഓ, 2-3 പെണ്ണുങ്ങളുടെ കൂടെ ഞാൻ പുറത്തതാ, ഒന്നും ഗുണമില്ല. കുറെ എണ്ണ എന്നെ ഇട്ടേച്ചും പോയി, ബാക്കിയുള്ളതിനെ ഇട്ടേച്ചും ഞാൻ ഉഞ്ഞു പോകുന്നു. നിന്നെ മഹറോൻ ചെല്ലേണ്ട ജാതിയാണല്ലോടാ. അതിന് മഹറോഞ്ചെല്ലാം ഞാൻ പള്ളി കയറിയിട്ടുണ്ട്. നിനക്ക് ദൈവവിശ്വാസം ഉണ്ടോ? നീ കമ്മ്യൂണിസ്റ്റ് ആണോ? ഞാൻ കമ്മ്യൂണിസ്റ്റും അല്ല കോൺഗ്രസും അല്ല. കുറച്ച് സ്ഥലം വാങ്ങി മാന്യമായിട്ട് ജോലി ചെയ്ത് കുടുംബത്തിൽ പറഞ്ഞ ഒരു പെണ്ണിനെയും കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കണം എന്ന് തന്നെ കുഞ്ഞച്ചന്റെ ആഗ്രഹം. പക്ഷെ അതൊന്നും നടക്കുന്ന ലക്ഷണമില്ല.